ചാനൽ. അപ്പൊ ഞാൻ ഇന്നൊരു പരിപ്പ് പായസത്തിന്റെ റെസിപ്പി ആയിട്ട് വന്നതാണ്. അതിനായിട്ട് ഞാനിവിടെ ഒരു 500 ഗ്രാം ശർക്കര എടുത്തിട്ടുണ്ട്. ശർക്കര നന്നായിട്ടൊന്ന് ഉരുകാനായിട്ട് വെക്കുന്നുണ്ട്. അതിന് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് ഉരുകാനായിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ള ചെറിയ പരിപ്പാണ് പരിപ്പ് പായസത്തിന് എടുത്തിട്ടുള്ളത്. അതൊരു 3 കപ്പോളം ഞാൻ ഇതുപോലെ പരിപ്പ് പായസത്തിന് പരിപ്പ് എടുത്തിട്ടുണ്ട്. പരിപ്പ് ഞാൻ ആദ്യം കഴുകുന്നൊന്നുമില്ല. അതിന് മുന്നേ ഇതേപോലെ ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. വറുത്തെടുത്തതിന് ശേഷമാണ് ഞാൻ കഴുകിയിട്ട് പിന്നെ അത് വേവിക്കാനായിട്ട് വെക്കുന്നത് കേട്ടോ. അപ്പൊ ഞാനിവിടെ സൈഡിൽ ഇതേപോലെ ശർക്കര നന്നായിട്ട് ഉരുക്കി എടുക്കുന്നുണ്ട്. അതൊക്കെ ഒരു 5 മിനിറ്റ് 10 മിനിറ്റിനുള്ളിൽ നന്നായിട്ട് ഉരുകി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ഇതുപോലെ നന്നായിട്ട് പരിപ്പൊന്ന് വറുത്തെടുക്കുന്നുണ്ട്. പരിപ്പ് നന്നായിട്ട് ഇതേപോലെ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. കുറെ സമയം ഒന്നും വറുത്തെടുത്തില്ല, കുറച്ച് സമയം മാത്രമേ വറുത്തെടുത്തുള്ളൂ കേട്ടോ. അപ്പൊ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ പരിപ്പ് നന്നായിട്ട് കഴുകിയിട്ട് ഇതേപോലെ ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് വേവിക്കാനായിട്ട് വെക്കുന്നുണ്ട്. പരിപ്പ് പെട്ടെന്ന് തന്നെ വെന്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ പരിപ്പ് നന്നായിട്ട് വന്നതിന് ശേഷം ഞാൻ അതിലേക്ക് നമ്മൾ ഉരുക്കി വെച്ച ശർക്കരപ്പാനിയും കൂടി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ശർക്കരപ്പാനി ഇതുപോലെ അരിപ്പ് വെച്ച് നന്നായിട്ട് അരിച്ച് ഒഴിച്ചു കൊടുക്കുക. അതിൽ കല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ അരിപ്പ് വെച്ച് അരിക്കുന്നത്. അപ്പൊ എന്റെ ഈ ഒരു മധുരം കറക്റ്റ് ആയിരുന്നു. നിങ്ങൾക്ക് മധുരം കൂട്ടണമെങ്കിലും കുറയ്ക്കണമെങ്കിലും അതനുസരിച്ച് ശർക്കര എടുക്കാൻ വേണ്ടി പറ്റൂ കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ അതിലേക്ക് ഏലക്കയും അതേപോലെ പഞ്ചസാരയും കൂടി 4 ഏലക്കയായിരുന്നു ഞാൻ എടുത്തിട്ടുണ്ടായത്. അതും കൂടെ പൊടിച്ചിട്ട് ഞാൻ അതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിന്റെ മധുരം ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ട് ഒരു പിഞ്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇതുപോലെ നമ്മുടെ പരിപ്പ് പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ അതിലേക്ക് വറവിനായി ഞാൻ കാഷ്യും അതുപോലെ തേങ്ങ ചെറുതായിട്ട് കൊത്തിയതും കൂടെയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പൊ എന്റെ ഒരു പരിപ്പ് പായസം ഇത്രയും ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണും. അതുവരേക്കും ബൈ ബൈ.